നമ്മളൊരു ഈസി ടേസ്റ്റി സിമ്പിൾ ചിക്കൻ കറിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അതും വെറും ഒരു തട്ടിക്കുട്ടി ചിക്കൻ കറിയുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു പാൻ എടുത്ത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ആവശ്യത്തിന് മാത്രം. അതിനുശേഷം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കടുകാണ്. അതും വളരെ കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ഇതേ നമ്മുടെ കടുക് ഇവിടെ ചറ പറന്ന് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് സവോള ഇടുമ്പോൾ സൂക്ഷിക്കണം, മുഖത്തൊന്നും തെറിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. സവോള ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഈ സവോള നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേണ്ട, നമ്മൾ കുറച്ച് ഉപ്പ് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്തോട്ട് നമുക്ക് 2 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കാം. ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവോള ഇവിടെ പകുതി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വഴകാൻ വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. വഴന്ന് കിട്ടണമല്ലോ നമുക്കിതൊന്ന്. ഇത് നന്നായിട്ട് ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് നമ്മുടെ ചിക്കൻ മസാല അതും കൂടി ആവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മറ്റേ ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കുന്നതാണെങ്കിൽ നേരത്തെ ഇടണം. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ കടയിൽ നിന്ന് മേടിക്കുന്നത്, പാക്കറ്റ്. അതുകൊണ്ട് തന്നെ അത് ഇപ്പോഴാണ് ഞാൻ ഇതിൻ്റെ കൂടെയാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മണം വരും. ആ മണം വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് മണം വന്നിട്ടില്ല, മസാല വറക്കുമ്പോൾ ഒരു മണം വരും. ആ മണം വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നത്. ഇവിടെ ഇപ്പോൾ മണം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് തിളയ്ക്കുന്ന അവസരത്തിലാണ്, ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് മാത്രമേ നമ്മളിതിൽ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ആദ്യം തന്നെ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വേണ്ട, നമ്മുടെ സാധനം ഇവിടെ നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇടാൻ പോകുന്നത്. നമുക്ക് വളരെ കുറച്ച് ചിക്കൻ മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരാൾക്ക് 2 പേർക്കൊക്കെ കഴിക്കാൻ പാകത്തിന്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് ഇവർ വേവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വേണ്ട, നമ്മൾ